പല ജീവികളും ലോകത്തുണ്ട്. എന്നാൽ അതിൽ ഒരു ജീവിയാണ് തേനീച്ച എന്ന് പറയുന്നത്. ആ തേനീച്ച തുപ്പിയതിൻ്റെ പേരല്ലേ തേന്? അത് വാസ്തവത്തിൽ ഈച്ച തുപ്പിയതല്ലേ, അല്ലെങ്കിൽ ഈച്ച ഛർദ്ദിച്ചതല്ലേ? രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളൊക്കെ തേന് കുടിക്കുന്നവരും നക്കുന്നവരുമായതുകൊണ്ട് ഛർദ്ദിച്ചു എന്ന് പറയണ്ട. കാരണം ഛർദ്ദിച്ചത് എന്ന് പറയുമ്പോൾ ഒരു മോശല്ലേ. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. തേനീച്ചയുടെ തൊള്ളയിൽ വായിൽ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് ഖുർആനിൽ അല്ലാഹ് പറയാണ്, അതേ വഔഹാ ഇലൻ നഹ്ലി, തേനീച്ചക്ക് പടച്ച റബ്ബ് വഹി അറിയിച്ചു, അഥവാ സന്ദേശം നൽകി തോന്നിപ്പിച്ചു കൊടുത്തു. എന്താണ്? നീ അതാ നല്ല ഉയരമുള്ള സ്ഥലങ്ങളിൽ കൂട് കെട്ടിക്കോ, എന്നിട്ട് ദൂരങ്ങളിലൊക്കെ പോയി പുഷ്പങ്ങളിൽ നിന്ന് തേൻ നുകർന്നോ, അത് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തോ. അങ്ങനെ റബ്ബതിൻ്റെ ഖൽബിൽ തോന്നിപ്പിച്ചു കൊടുത്തതിനാൽ അത് തേന് സംഭരിക്കുന്നു. അത് സൂറത്തുൻ നഹ്ൽ എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെയുണ്ട് ഖുർആനിൽ, തേനീച്ചയെ കുറിച്ച് പറയുന്ന സൂറത്ത്. ആ സൂറത്തിൽ റബ്ബ് പറയാണ്, യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനുഹു. അതേ ആ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് ഒരു നിലക്കുള്ള ദ്രാവകം പുറത്തു വരുന്നു, ഒരു പാനീയം പുറത്തു വരുന്നു. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്തമായ കളറുള്ള ഒരു അതാ പാനീയം പുറത്തു വരുന്നു. ഫീഹി ശിഫാഉൽ ലിന്നാസ്, ആ തേനിൽ ജനങ്ങൾക്ക് രോഗശമനമുണ്ട്. അത് മരുന്നാണ്, രോഗശമനമുണ്ട്. പല വൈദ്യന്മാരും തേന് ചേർത്ത് കൊടുക്കാനല്ലേ പറയുന്നത്. തേനിൽ രോഗശമനമുണ്ട്. അത് ഖുർആൻ പറയുകയാണ്. ആ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ തേനീച്ചയുടെ വായിൽ നിന്ന് വന്ന തേന് നക്കുന്നതിന് ഒരു യുക്തിവാദിക്കും മടിയില്ലല്ലോ, ഒരു പുത്തൻവാദിക്കും വിഷമം തോന്നുന്നില്ലല്ലോ. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഡയറക്റ്റ് വഹി ലഭിച്ച അള്ളാഹുവിൻ്റെ വഹി ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീരുണ്ടല്ലോ, അത് തേനിനേക്കാൾ വലിയ മരുന്നാണ്. ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് യുദ്ധത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. കണ്ണിങ്ങനെ അമ്പ് കൊണ്ടിട്ട് താഴെ കൊലിച്ചിറങ്ങിപ്പോയി. നബിതങ്ങളെ സമീപത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഉമിനീര് ചേർത്ത് അവിടെ വെച്ചു കൊടുത്തു. ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, മറ്റേ കണ്ണിന് ചെങ്കണ്ണ് വന്നാൽ പോലും നബിതങ്ങളെ ഉമിനീര് തൊട്ട കണ്ണിന് ചെങ്കണ്ണ് രോഗം ബാധിക്കാറില്ല. അത്രയും മഹത്വമേറിയ ഉമിനീരാണ്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമിനീര് ശിഷ്യന്മാരായ സഹാബികൾ കയ്യിലേറ്റുവാങ്ങി ശരീരത്തിൽ പുരട്ടുന്നതാണ് ശത്രുക്കൾ കാണുന്നത്. അങ്ങനെ വന്നാൽ ഈ നബിതങ്ങൾ എന്ത് പറഞ്ഞാലും അവർ പ്രവർത്തിക്കാൻ റെഡിയാണ്. ആ നബിയെ ധിക്കരിക്കൂല. ആ നബിയുടെ നേതൃത്വം അംഗീകരിച്ച സഹാബത്ത് അവരോട് പോരാടിയാൽ വിജയം കിട്ടൂല.